ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണൂരിലെ ഫേമസ് ടെമ്പിളായ പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ ക്ഷേത്രത്തിന് മുന്നിലാണ്. തിരുവപ്പൻ അല്ലെങ്കിൽ വലിയ മുത്തപ്പൻ എന്ന പേരിൽ മഹാവിഷ്ണുവിനെയും വെള്ളാട്ടം അഥവാ ചെറിയ മുത്തപ്പൻ എന്ന പേരിൽ പരമശിവനെയും ഇവിടെ തെയ്യം കെട്ടിയാടുന്നു. തങ്ങളുടെ പ്രശ്നങ്ങൾ മുത്തപ്പൻ്റെ തെയ്യക്കോലത്തിനോട് നേരിട്ട് പറഞ്ഞ് ആശ്വാസം നേടാം എന്ന വിശ്വാസമാണ് ഭക്തരെ ഇവിടേക്ക് ആകർഷിക്കുന്നത്. മറ്റ് തെയ്യക്കോലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിൽ വർഷത്തിൽ എല്ലാ ദിവസവും ചില പ്രത്യേക ദിവസങ്ങൾ ഒഴികെ തെയ്യം കെട്ടിയാടുന്നു. വെള്ളാട്ടവും തിരുവപ്പനയും ആണ് ഇവിടെ കെട്ടിയാടുന്നത്. മുത്തപ്പൻ്റെ ഐതിഹ്യം ഇങ്ങനെയാണ്. വടക്കേ മലബാറിലെ പ്രശസ്തമായ അയ്യങ്കര ഇല്ലത്തെ ദമ്പതികളായ അയ്യങ്കര ദേവനും പാടിക്കുട്ടി അന്തരാജനും ശിവഭക്തരായിരുന്നു. വിവാഹം കഴിഞ്ഞ് വളരെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും കുട്ടികളില്ലാത്തതിനാൽ പാടിക്കുട്ടി അന്തരാജൻ ദുഃഖത്തിലും വേദനയിലും കഴിയുകയായിരുന്നു. ഒരു ദിവസം അവർ സ്വപ്നത്തിൽ ഭഗവാനെ കണ്ടു. പിറ്റേന്ന് പാടിക്കുട്ടിയും വേലക്കാരികളും തിരുവൻകടവിൽ കുളിക്കാൻ പോയി. കുളിച്ച ഉടനെ ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടു. അടുത്തുള്ള ഒരു പാറയിൽ കിടക്കുന്ന ഒരു കുട്ടിയെ കണ്ടു. അതിയായ വാത്സല്യത്തോടെ ആ കുട്ടിയെ ഇല്ലത്തേക്ക് കൊണ്ടുപോയി. അവിടെ ആ കുട്ടി അയ്യങ്കര ദമ്പതികളുടെ മകനായി വളർന്നു. ആചാരമര്യാദകൾ അനുസരിച്ച് കുട്ടിയെ വേദങ്ങളും ഇതിഹാസങ്ങളും പഠിപ്പിച്ചു. ആ കുട്ടി വില്ലും അമ്പും ഉപയോഗിച്ച് വേട്ടയാടാൻ ഇല്ലത്തിനടുത്തുള്ള കാട്ടിൽ പോകാറുണ്ടായിരുന്നു. തുടർന്ന് അവൻ ദരിദ്രർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുകയും തദ്ദേശീയ സമൂഹങ്ങളുമായി ഇടപഴകുകയും ചെയ്യുമായിരുന്നു. ഈ പ്രവൃത്തികൾ ബ്രാഹ്മണ ജീവിത രീതിക്ക് വിരുദ്ധമായതിനാൽ ഈ ആചാരം നിർത്താൻ അവൻ്റെ മാതാപിതാക്കൾ ആത്മാർത്ഥമായി അവനോട് അപേക്ഷിച്ചു. പക്ഷേ ആ കുട്ടി അവരുടെ മുന്നറിയിപ്പുകൾക്ക് ചെവി കൊടുത്തില്ല. അയ്യങ്കര വാഴുന്നവർ കാര്യങ്ങൾ തൻ്റെ കൈകളിൽ എടുക്കാൻ തീരുമാനിച്ചു. അവനെ ഉപദേശിച്ചു. ആ കുട്ടി തൻ്റെ ദിവ്യരൂപം, അതായത് വിശ്വരൂപം, തൻ്റെ മാതാപിതാക്കൾക്ക് വെളിപ്പെടുത്തി. ആ കുട്ടി ഒരു സാധാരണ കുട്ടിയല്ല, ദൈവമാണെന്ന് അവർ മനസ്സിലാക്കി. അവർ അവൻ്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചു. അവന് സ്വയം സമർപ്പിച്ചു. വീട്ടിൽ നിന്ന് ഇറങ്ങി ചുറ്റും നോക്കിയ നിമിഷം മുത്തപ്പൻ്റെ ദർശനത്തിൽ വന്നതെല്ലാം കത്തിച്ചാരമായി. ഈ ലോകത്തിലെ എല്ലാ സൃഷ്ടികളെയും നശിപ്പിച്ചുകൊണ്ട് അവൻ എല്ലാ വഴികളിലൂടെയും നടക്കരുതെന്ന് അവൻ്റെ അമ്മ അവനോട് പറഞ്ഞു. അവൻ്റെ ദർശനത്തിൽ ഒന്നും ശിഥിലമാകാതിരിക്കാൻ മുത്തപ്പൻ അവൻ്റെ കണ്ണുകൾ കുത്തി. അതുകൊണ്ടാണ് തിരുവപ്പനയെ അന്ധനായി ചിത്രീകരിക്കുന്നത്. പിന്നെ അവൻ ഒരു യാത്ര ആരംഭിച്ചു. കുന്നത്തൂരിൻ്റെ പ്രകൃതി ഭംഗി അവനെ തടഞ്ഞു നിർത്തി. ഈന്തപ്പനകളും കള്ളും അവനെ ആകർഷിച്ചു. നിരക്ഷരനായ ചന്ദൻ തൻ്റെ ഈന്തപ്പനകളിൽ നിന്ന് കള്ള് മോഷ്ടിക്കുന്നുവെന്ന് അറിഞ്ഞിരുന്നു. അതിനാൽ ചന്ദൻ അവയെ സംരക്ഷിക്കാൻ തീരുമാനിച്ചു. തൻ്റെ സ്ഥലത്ത് നിന്ന് കള്ള് മോഷ്ടിക്കുന്ന ഒരു വൃദ്ധനെ പിടികൂടി. ചന്ദൻ തൻ്റെ അമ്പും ബില്ലും ഉപയോഗിച്ച് ആ മനുഷ്യനെ വധിക്കാൻ ശ്രമിച്ചു. പക്ഷെ അയാൾക്ക് ഒരു അമ്പ് പോലും തൊടുക്കാൻ കഴിയാതെ ബോധരഹിതനായി. ഈന്തപ്പനയുടെ ചുവട്ടിൽ ബോധരഹിതനായി കിടക്കുന്ന ചന്ദനെ ഭാര്യ കണ്ടപ്പോൾ ഹൃദയം തകർന്ന് കരഞ്ഞു. ഈന്തപ്പനയുടെ മുകളിൽ ഒരു വൃദ്ധനെ കണ്ട് അവനെ വിളിച്ചു മുത്തപ്പന്